എല്ലാവർക്കും നമസ്കാരം. ഭജഗോവിന്ദ മനനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ശ്ലോകം 13ാമത്തെ ശ്ലോകമാണ്. അത് ഇപ്രകാരമാണ്: കാതേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേഖ ഭവതി ഭവാർണവ തരണേ നൗക. എന്താണ് ഭഗവാൻ ആദിശങ്കരൻ പറയുന്നത്? ആചാര്യസ്വാമികൾ എന്താണ് പറയുന്നത്? എന്തിനാണ് ഭാര്യയെയും ധനത്തെയും കുറിച്ച് ആകുലപ്പെടുന്നത്? കാത്തേ കാന്ത ധനഗത ചിന്ത. പിന്നെയോ വാതുല കിം തവ നാസ്തി നിയന്ത. എന്താ നിനക്കൊരു നിയന്താവില്ലേ? വാതുല. വാതുല എന്നുള്ള വാക്ക് നമ്മൾ പിന്നാലെ കാണും. ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവ തരണേ നൗക. മൂന്ന് ലോകത്തിലും സജ്ജനങ്ങളുടെ സഹവാസം, അതല്ലെങ്കിൽ സത്സംഗം മാത്രമാണ് ലൗകിക ജീവിതമാകുന്ന കടല് കടക്കാനുള്ള നൗക. ഇതാണ് ഈ ശ്ലോകം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കാതേ കാന്ത ധനഗത ചിന്ത. ഈ ചിന്ത എന്താണ്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സംസ്കൃതത്തിൽ 2 വാക്കുണ്ട്, ചിന്തയും ചിന്തനവും. ഭഗവാൻ ഇവിടെ ആദിശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ ചിന്തനം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ചിന്ത എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും ധാതു ഒന്നാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും വിവക്ഷ 2ആണ്. രണ്ട് ഓപ്പോസിറ്റായിട്ട് വരും, വിപരീതമായിട്ട് വരും. ജീവിതത്തിൽ അനുഭവതലത്തിൽ ഇത് രണ്ടും വിപരീത പദങ്ങളായിട്ട് വരും. ഡിക്ഷണറിയിൽ ഏകദേശം സമാനമായെങ്കിൽ പോലും ജീവിതം എന്നുള്ള അനുഭവത്തിൽ ഇത് രണ്ടും 2ആണ്. അപ്പോൾ എന്താണ് ചിന്ത, എന്താണ് ചിന്തനം? ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ പോകുന്നത്. ചിന്ത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ ബ്രൂഡിങ് എന്നൊക്കെ പറയും. ആകുലപ്പെടുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുക. ഒരു ദുരന്ത പര്യവസായി ആകും എന്നുള്ള ധാരണയോടുകൂടി ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധനഗത ചിന്ത. ധനത്തെക്കുറിച്ചും എന്തിന് ഭാര്യയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ആകുലപ്പെടുന്നു എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. നമുക്കിത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാകും, ഒന്ന് അർത്ഥവും മറ്റൊന്ന് കാമവുമാണ്. അതായത് മനുഷ്യൻ്റെ പുരുഷാർത്ഥങ്ങളാണ് ഇവിടെ ആദി ശങ്കരാചാര്യർ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തിന്? ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഭൗതികമായ എല്ലാ ലക്ഷ്യങ്ങളും അർത്ഥകാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും. അർത്ഥം എന്നുള്ളതിൽ നമുക്ക് അധികാരവും എല്ലാം തന്നെ പെടുത്താം. കാമം എന്നുള്ളതിൽ നമ്മുടെ എല്ലാ സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ആഗ്രഹങ്ങളും കാമത്തിൽ ഉൾപ്പെടും. അർത്ഥം എന്ന് പറയുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന അർത്ഥം ഒരു അർത്ഥത്തിൽ അധികാരം കൂടിയാണ്. എനിക്ക് ധനമുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൻ്റെ അധികാരം കൂടെ കിട്ടുകയാണ്. പരോക്ഷമായിട്ട് അധികാരവും ധനവും തമ്മിലൊരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പം ഈ 2 വാക്കുകളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ സാരസർവസ്വമാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഭൗതിക ജീവിതം ഈ 2 കേന്ദ്ര ബിന്ദുക്കളിലാണ്, അതിന് ചുറ്റുമാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അർത്ഥകാമങ്ങളാണ് നമ്മൾക്ക് ജീവിതം കൊണ്ട് നേടേണ്ടത്, പുരുഷാർത്ഥങ്ങൾ. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ മാത്രമാണ് വ്യത്യാസം. ധാർമ്മികമായിരിക്കണമോ അതോ അധാർമികമാണോ? അതുപോലെ തന്നെ മോക്ഷം അതിൻ്റെ പരമ ലക്ഷ്യമായിരിക്കണമോ? ഇതൊക്കെയാണ് നമുക്ക് ഋഷിപ്രോക്തമായിട്ട് കിട്ടിയിരിക്കുന്നത്. സ്വതവേ നമ്മൾ അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും പിന്നാലെ പായുന്ന സാധാരണ മനുഷ്യർ മാത്രമാണ്. അപ്പോൾ ഇതിലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്ത വേണ്ട, അതല്ലെങ്കിൽ ആകുലപ്പെടരുത് എന്നാണ് അർത്ഥം. പകരം നമുക്ക് എന്താവാം? ചിന്തനം ആവാം. ചിന്തയും ചിന്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന് പറയുന്ന പേരാണ് ചിന്ത. അപ്പം നമ്മളെയൊക്കെ ഭരിക്കുന്ന ഒരു മനസ്സുണ്ട്, നമ്മൾ ഭരിക്കുന്ന ഒരു മനസ്സുണ്ട്. 2 മനസ്സുകളാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ വിജിലൻ്റായിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കാത്ത സമയങ്ങളിൽ ചിന്ത നമ്മളെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. നമുക്കിഷ്ടമല്ലാത്ത ചിന്തകളും നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകളും, അതല്ലെങ്കിൽ ചർവിതചർവണം, വീണ്ടും വീണ്ടും ഒരേ ചിന്ത ഒരു പ്രരൂപമായിട്ടൊരു പാറ്റേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം 10,000 അല്ലെങ്കിൽ 50,000 ചിന്തകൾ വന്നാലും
ആവർത്തനാത്മകമായിരിക്കും. പുതിയത് നവമായിട്ടൊരു ചിന്ത വരുന്നില്ല. പുതിയ ചിന്തകളുടെ അഭാവത്തിൽ നമ്മൾ വാടിപ്പോകും. നമുക്ക് നവീനമായിട്ടിരിക്കണമെങ്കിൽ നവമായ പുതിയ ചിന്തകളുണ്ടെങ്കിലേ തലച്ചോറിൽ പുതിയ സ്പാർക്കുകൾ ഉണ്ടാവുകയുള്ളൂ. ഇതൊന്നുമില്ല. ആവർത്തനാത്മകമായ ചിന്തകളാണ് നമ്മളെ മുരടിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കണം. അതിന് നമുക്ക് കഴിവുണ്ട്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. നമുക്കൊന്നെങ്കിൽ ഓട്ടോ പൈലറ്റിൽ പോകാം, ചിന്തകൾ നമ്മളെ ഭരിക്കും. അതല്ലെങ്കിൽ നമുക്ക് സ്വയം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ചിന്തകളെ നമുക്ക് ഗൈഡ് ചെയ്യാം. ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ചിന്തകൾക്കാണ് ചിന്ത എന്നുള്ള സംസ്കൃത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പൊതുവെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രമരഹിതമാണ്. യാതൊരുവിധ ക്രമവും കാണില്ല. ആരോ പറയുന്നത് കേട്ടു, നമുക്ക് വരുന്ന ചിന്തകളൊക്കെ ഒരു കടലാസിൽ കുറിച്ച് വെക്കാമെങ്കിൽ അതൊരു ഭ്രാന്തൻ്റെ നോട്ട്ബുക്ക് പോലെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. എ മാഡ് മാൻ, നോട്ട്ബുക്സ് ഓഫ് എ മാഡ് മാൻ, അങ്ങനെ എന്തോ ഒരു പുസ്തകമുണ്ട്. അപ്പം ഇതൊരു ക്രമരഹിതമായിട്ടുള്ള ചിന്തകളും ഓർമ്മകളുമായിരിക്കും. ക്രമരഹിതമായ ഓർമ്മകൾ, റാൻഡം മെമ്മറീസ്, അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും മുകളിലേക്ക്. ദഹിക്കാതെ കിടക്കുന്ന ഓർമ്മകൾ തികട്ടി സ്വപ്നങ്ങളായിട്ടും ചിന്തകളായിട്ടും വന്ന് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. മൈൻഡ് ഈസ് എ ക്രൂവൽ മാസ്റ്റർ, ഒരു സംശയമില്ല. മനസ്സിനെ നമ്മളുടെ മാസ്റ്ററായിട്ട് നിയമിച്ചാൽ അത് ലോകത്തെ ഏറ്റവും ക്രൂവലായിട്ടുള്ള ബോസായിരിക്കും. നമുക്ക് ബോസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തിരുന്നവർക്കറിയാം ആ ഹൈറാർക്കിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. നമുക്ക് മുകളിൽ ഒരു മോശം മനുഷ്യൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വന്നാലുള്ള അവസ്ഥ, അതേ അവസ്ഥയാണ് മനസ്സ് നമ്മുടെ മാസ്റ്റർ ആയാലുള്ള അവസ്ഥ. അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളെ അത് ഞെരുക്കി ഇല്ലാതാക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇല്ലേ, ഒട്ടകമൊക്കെ കള്ളിമുൾച്ചെടി കഴിക്കുമ്പോൾ അത് നാവിൽ നിന്ന് ചോര വരും, പക്ഷെ അത് അറിയില്ല. അതുപോലെയാണിത്. ഉള്ളിൽ നിന്ന് നമ്മൾ ദ്രവിച്ചു തുടങ്ങുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രമരഹിതമായ ചിന്തകളും ക്രമരഹിതമായ ഓർമ്മകളിൽ നിന്നും നമ്മൾ ക്രമരഹിതമായ കെയോട്ടിക് ആയിട്ടുള്ള എവിടെ എത്തും? കൺക്ലൂഷനിൽ എത്തും, തീരുമാനങ്ങളിൽ എത്തിച്ചേരും. തെറ്റായ തീരുമാനങ്ങളിലേ എത്തിച്ചേരുള്ളൂ ഉറപ്പായിട്ടും. ഇതുപോലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, ഇതുപോലെ നമ്മൾ ചിന്തകളാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ചെന്ന് എത്തുന്നത് തെറ്റായ തീരുമാനങ്ങളിലായിരിക്കും. ഇതിൻ്റെ ഫലം എന്താണ്? നമുക്ക് വിഷാദത്തിലേക്ക് പോകാൻ ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. വിഷാദത്തിന് മുകളിൽ നമ്മൾ പ്രസാദത്തിലിരിക്കാനാണ് പ്രയത്നം ആവശ്യമുള്ളത്. അത് മനസ്സിലാക്കിക്കോളൂ. മനസ്സിൻ്റെ നിജസ്വഭാവം എന്ന് പറഞ്ഞാൽ വിഷാദവും അഹംഭാവവും വിഷാദവുമാണ് അതിൻ്റെ നിജസ്വഭാവം. ഈ മനസ്സെന്ന് പറയുന്ന പ്രഹേളികയുടെ അതിലേക്ക് പോകാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ആവശ്യമില്ല. വെറുതെ ഇരുന്നാൽ ഈ ചിന്തകൾ തന്നെ നമ്മളെ വിഷാദത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള എത്രയോ മനുഷ്യരെ നമുക്കറിയാം. നമ്മൾ തന്നെ എത്ര ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. വിഷാദത്തിലേക്കൊക്കെ പോയി ഗുരുകൃപ കൊണ്ടും ഋഷിപ്രോക്ത സംസ്കാരത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതറിയാം, ഈ മനസ്സ് തന്നെയാണ് നമ്മളെ ഇട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്, മറ്റൊന്നുമല്ല. അപ്പം ഇത് ഉറപ്പായിട്ടും നമ്മളെ എത്തിക്കുക. ഈ ചിന്ത എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളെ ഒരിക്കലും സർഗാത്മകമായ ഒരു സ്ഥലത്ത് എത്തിക്കില്ല. രചനാത്മകമായിട്ട് ഒന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എല്ലാം നശീകരണ പ്രവണതയാണ് ഇതിനുള്ളത്. പ്രധാനമായിട്ടും ഈ ചിന്ത എങ്ങനെയായിരിക്കും? അതായത് എന്തുകൊണ്ട് ഇത് എനിക്ക് വരുന്നു, എന്തുകൊണ്ട് ഞാൻ, ഇങ്ങനെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലാണ് ഈ ചിന്ത, ഈ ബ്രൂഡിങ് എന്ന് പറയുന്ന അവസ്ഥ. ആകുലത ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ എന്താണുള്ളത്? ഇരയാണെന്നുള്ള, ഞാൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള ബോധം. ഏതോ ഒരു കവിയില്ലേ, ഒരു കവിതയുണ്ടല്ലോ, എന്താണ്? കപടമായ ഒരു ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് എൻ പരാജയമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കപടമായ ലോകം, അതായത് ഈ ലോകം മുഴുവൻ കപടമാണ്. അവിടെ ഒരാളെ ഉള്ളൂ ആത്മാർത്ഥത. ആരാണ്? അതെനിക്കാണ്. ലോകത്തിൻ്റെ ചുമലിലാണ് എല്ലാ കുറ്റവും. ഞാൻ നിഷ്കളങ്കൻ, നിരാമയൻ, നിർമ്മലൻ. ഈ ചിന്ത നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയും. ലോകം അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല. അഥവാ ലോകം മോശമാണെങ്കിൽ തന്നെ അത് കപടത കൊണ്ടല്ല മോശമായിരിക്കുന്നത്, അനിത്യത കൊണ്ടാണ്. അനിത്യതയിൽ നിന്ന് ദുഃഖം വരുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ മോചനം കാക്ഷിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കാപട്യമുള്ള കൊണ്ടതല്ല. ഞാനിവിടെ ജനിക്കേണ്ട ആളല്ല എന്നുള്ള ചിന്ത തെറ്റാണ്. എനിക്ക് വന്നേക്കുന്ന അനുഭവങ്ങൾ എനിക്ക് വരേണ്ടതല്ല എന്നുള്ള ചിന്ത തെറ്റാണ്. എനിക്ക് വരേണ്ടതാത്ത ഒന്നും തന്നെ എനിക്ക് വരില്ല.
അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ആകർഷിച്ചിട്ടുള്ളതാണ്, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്. ഈ രീതിയിൽ കാണാത്തിടത്തോളം കാലം നമ്മൾ ഈ ഇരബോധം നമ്മളെ വേട്ടയാടും. ഇരവാദം, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഈ ഇരവാദമുണ്ട്. ഞാൻ ഇരയാക്കപ്പെടുന്നു, ലൈഫിൻ്റെ വിക്റ്റിമാണ് ഞാൻ, ജീവിതത്തിൻ്റെ ഇരയാണ് ഞാൻ, സമയത്തിൻ്റെ ഇരയാണ് ഞാൻ, കാലത്തിൻ്റെ ഇരയാണ് ഞാൻ. പ്രത്യേകിച്ചും കവികളൊക്കെ ആയ ഒരു രക്ഷയില്ല. അവർ മറ്റുള്ളവരെ കൂടി അതിലേക്ക് വലിച്ചിടും. അടുത്തിടയ്ക്ക് ഞാനൊരു പ്രോഗ്രാമിൽ പോയി, അതിൽ പങ്കെടുക്കാൻ പോയതാണ്, അതിലൊരു സെഷൻ ചെയ്യാൻ പോയതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കവിത ആലപിക്കുന്നുണ്ട് കുട്ടികൾ. ഒരു കുട്ടി വന്ന് നിന്നിട്ട് ആലപിച്ച കവിത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിഷാദ സാന്ദ്രമായ കവിത. അദ്ദേഹം എന്തോ വലിയ കഷ്ടപ്പെട്ട് പഠിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. വിഷാദ സാന്ദ്രം. ഈ കാലം മോശമാണ്, കെട്ട കാലമാണ്, ഇവിടെ ജനിക്കരുതായിരുന്നു, ഈ കാലത്ത് ജനിക്കരുതായിരുന്നു, ഈ കാലത്ത് ജനിച്ചതിൽ ഞാൻ എന്നെ തന്നെ പഴിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന വിഷാദസാന്ദ്രമായൊരു കവിത. ഞാൻ അവസാനം പറഞ്ഞു, നമ്മൾ തമാശയ്ക്ക് പോലും, അല്ലെങ്കിൽ നമ്മൾ ഒരു കലാരൂപം എന്ന രീതിയിൽ പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം നിഷേധാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കരുത്. ലോകം ദിവ്യമായ ഒരു ഇടമാണ്, നമ്മൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സ്ഥലമാണിത്, പഠിക്കാനുള്ള കളരിയാണിത്, നമ്മുടെ കളരിയാണ്, അങ്കത്തട്ടാണിത്. ഇവിടെ പഠിച്ചോണം, അടിയും തടയും ഇവിടെ നിന്ന് പഠിച്ചോണം, ഇവിടെ പഠിച്ച് നമ്മൾ അടുത്തതിലേക്ക് പൊക്കോണം. ഇതാണ് ചിന്ത എന്ന് പറയുന്നത്. ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരവാദം, ഇരബോധമാണ്, രക്തസാക്ഷിയാണെന്നുള്ളൊരു ബോധമാണ്, ഞാൻ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്നുള്ള ബോധമാണ്. ഇനി ചിന്തനം എന്താണ്? ഇതിൻ്റെ തന്നെ ഇതേ ധാതുവിൽ നിന്ന്, ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാക്കാണ് ചിന്തനം. ചിന്തനം സർഗാത്മകമായി ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് ചിന്തനം. ചിന്തനം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ചിന്തകളെ നയിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. അവിടെ നമ്മുടെ കയ്യിലാണ് കടിഞ്ഞാൻ. അവിടെ നമ്മളൊരു വിഷയത്തെ എടുക്കുന്നു. ആശയതലത്തിലേക്ക് പോയാലേ ഈ ചിന്തനം നടക്കുള്ളൂ. ഒരു വിഷയത്തെ നമ്മൾ എടുത്ത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നു. ഇപ്പം പഠനമൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം ഹയർ സ്റ്റഡീസിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒരു വിഷയത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നതിനാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉപരിതലത്തെ സ്പർശിക്കുന്നതിനാണ് സാമാന്യ വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ ആഴത്തിലേക്ക് പോകുന്നു. അതുപോലെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല, ദിവസേന നമ്മൾ ചെയ്യേണ്ടതാണ്, അധ്യയനം ചെയ്യേണ്ടതാണ്. ഒരു ചിന്തയെ എടുത്തിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് പോകുക. ഒരു വിഷയത്തെ എടുത്തിട്ട് ജീവിത ചിന്തകളെ എടുത്തു വെച്ചിട്ട്, ജീവിതം എന്നുള്ള ആ ഒരു ആകത്തുകയെ എടുത്തു വെച്ചിട്ട് പഠിക്കുക. അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുക. എങ്ങനെ ഇവിടെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉത്സുകനായിരിക്കുക. അതിൻ്റെ നിയമങ്ങൾ, മറഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഈശ്വരൻ നമ്മളോട് മന്ത്രിക്കുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുക. ഇതൊക്കെയാണ് ചിന്തനം. അവിടെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആലസ്യത്തിൽ നിന്ന് സ്വയം മോചിപ്പിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. ആത്മീയവും സമഗ്രവുമായി ചിന്തിക്കുക. ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അംശമായിട്ടല്ല, ടോട്ടാലിറ്റി, അതിൻ്റെ സമഗ്രതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ആരായലുകളും അന്വേഷണങ്ങളുമായിരിക്കും, എൻക്വയറി ആയിരിക്കും. അന്വേഷിക്കുന്ന ഒരു മനസ്സ്, മുട്ടുന്ന ഒരു മനസ്സിന് മുമ്പിൽ മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് അതാണ്. അന്വേഷിക്കുന്ന ഒരു മനസ്സിന് മുമ്പിൽ ഇത് തുറന്നു വരും, പ്രപഞ്ചരഹസ്യങ്ങൾ തുറന്നു വരും. പ്രപഞ്ചരഹസ്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് സമാധാനം കിട്ടൂ, നമുക്ക് സാന്ത്വനം കിട്ടും. ഇല്ലെങ്കിൽ ഈ അടി കൊള്ളുന്നു, എന്തിനാണെന്ന് നമുക്കറിയില്ല. വേദനിക്കുന്നു, എന്തിനാണെന്ന് അറിയില്ല. ബ്ലീഡ് ചെയ്യുന്നു, ഞാൻ രക്തം വാർന്നൊഴുകുന്നു, എന്തിനിത് ചെയ്തു, ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനേക്കാൾ കഷ്ടതരം എന്ന് പറയാൻ എന്തുണ്ട്? നമുക്ക് നിരന്തരം മർദ്ദനങ്ങളും താടനങ്ങളും വരുന്നു, പക്ഷെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, എന്തിനിത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം അത് വരാതിരിക്കാൻ ചിന്തനം ആവശ്യമാണ്. നമ്മൾ നമ്മുടെ മുഴുവൻ മേധയും എടുത്തു വെച്ച് ചിന്തകളെ നയിച്ചു കൊണ്ടുപോകണം. നമ്മളാണ് അവിടെ സാരഥി. നമ്മൾ പറയുന്ന വഴിക്ക് വേണം ഇന്ദ്രിയങ്ങളും മനസ്സും സഞ്ചരിക്കാൻ. ഞാനാണ് അതിനെ നിയന്ത്രിക്കുന്ന ആൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അതെവിടെ എത്തും? അത് തികച്ചും ബുദ്ധിപരമായിട്ടുള്ള വിവേകപൂർണമായ ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിച്ചേരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മകൾ വരും, ചിന്തിക്കുമ്പോഴും ഓർമ്മകൾ വരും.
പക്ഷെ ചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മകളെ ഉപയോഗിക്കണം. ഓർമ്മകളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഓർമ്മകളെ എങ്ങനെ മാറ്റിയെടുക്കാം? ഇത് കേട്ടോളൂ. ഓർമ്മകളെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി മാറ്റിയെടുക്കണമെങ്കിൽ ഓർമ്മകളിൽ നിന്ന് വികാരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഹരിച്ചു മാറ്റണം. വികാരങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വിവേകം എന്ന് പറയും. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ വികാരത്തെ മാറ്റി നിർത്തിക്കൊള്ളൂ, അവിടെ വിവേകമുണ്ടായിരിക്കും. ഓർമ്മകളിൽ നിന്ന് വിവേകം മാറ്റിയാൽ, ഓർമ്മകളിൽ നിന്ന് വികാരം മാറ്റിയാൽ അവിടെ വിവേകം അവശേഷിക്കും, ജീവിത പാഠമായി അത് നിൽക്കും. ഇപ്പോൾ എന്നെ ഒരാൾ കബളിപ്പിച്ചു, സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ എന്നെ കബളിപ്പിച്ചു. ഇതെൻ്റെ മനസ്സിലൊരു കറുത്ത ഓർമ്മയായിട്ട്, കറുത്ത ഏടായിട്ട് കിടക്കുകയാണ്, ഒരു കയ്പ് നിറഞ്ഞ അനുഭവമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ തന്നെ കിടന്നാലുള്ള പ്രശ്നം എന്താണ്? എനിക്ക് ആ മനുഷ്യനോടുള്ള വിദ്വേഷം ഒരിക്കലും മാറില്ല. അതെന്നെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കും. പകരം ഈ മനുഷ്യനെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ അനുഭവത്തെ മാത്രം എടുക്കുന്നു. ഈ മനുഷ്യനോടുള്ള നമ്മുടെ ഗ്രഡ്ജ് മാറ്റിയിട്ട് ഈ അനുഭവത്തെ മാത്രം എടുത്താൽ എന്തായി? പാഠമായി, വിവേകമായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് അത് ആ മനുഷ്യൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്, മറ്റൊരാളും എന്നെ കബളിപ്പിക്കില്ല എന്നുള്ള കൺക്ലൂഷൻ അങ്ങനെ എത്തിച്ചേരരുത്. ഒരാൾ ഒരു തവണ നിങ്ങളെ കബളിപ്പിച്ചാൽ അത് അയാളുടെ തെറ്റാണ്. ഒരാൾ 2 തവണ നിങ്ങളെ കബളിപ്പിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ്, അയാളുടെ തെറ്റല്ല. അയാൾക്ക് വീണ്ടും വീണ്ടും കബളിപ്പിക്കാനായി നമ്മൾ നിന്നു കൊടുത്തു എന്നതാണ് നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് വികാരങ്ങളെ മാറ്റി നിർത്തിയാൽ അത് വിവേകപൂർണമായ ജീവിത പാഠമായി. ഇതാണ് ചിന്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചിന്തയും ചിന്തനവും, ഭഗവാൻ ഇവിടെ പറയുന്നത് ചിന്ത പാടില്ല എന്നാണ്. അപ്പോൾ എന്തവിടെ അണ്ടർസ്റ്റുഡ് ആണ്? ചിന്തനം വേണം. ചിന്ത ഒഴിവാകണമെങ്കിൽ അവിടെ ചിന്തനം വരണം. അല്ലാതെ അത് ശൂന്യമായിട്ട് ഒഴിച്ചിടാൻ പറ്റില്ല. മനസ്സിനെ ശൂന്യമാക്കൽ നടക്കില്ല. അവിടെ എന്തെങ്കിലും വൃത്തികൾ വന്നുകൊണ്ടിരിക്കും, ചിത്തവൃത്തികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചിന്ത വേണമോ ചിന്തനം വേണമോ എന്നുള്ളതാണ് നമുക്ക് ചോയ്സ് ഉള്ളത്. അപ്പം ചിന്ത വേണ്ട, പകരം ചിന്തനം, രചനാത്മകമായ ക്രിയാത്മകമായ ചിന്തനമാണ് അവിടെ നമ്മളെ വഴി നടത്തേണ്ടത്. കാതേ കാന്ത ധനഗത ചിന്ത. എന്തിനാണ് അർത്ഥകാമങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത്? കിം തവ നാസ്തി നിയന്ത. എന്താ നിനക്ക് ഒരു നിയന്താവില്ലേ? ഇതൊരു നല്ല ചോദ്യമാണ്. ഭഗവാൻ നല്ലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഈ ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം ആകുലത കൊണ്ടു നടക്കുന്നത്? എന്താ നിനക്ക് ഒരു നിയന്താവില്ലേ? നിന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് നീ ബോധവാനല്ലേ? നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നൗകയെക്കുറിച്ച് നീ ബോധവാനല്ലേ? എന്തിനാണ് ഈ ഭാരം മുഴുവൻ എടുത്ത് നീ നിന്റെ ചുമലിൽ വെച്ചിരിക്കുന്നത്? നീ അതൊക്കെ എടുത്ത് താഴെ വെച്ച് സന്തോഷമായിട്ട് ഇരിക്കൂ. ഇതാണ് നമ്മുടെ ആചാര്യസ്വാമികൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു വാക്ക് വന്നിട്ടുണ്ട്, വാതുല. ഈ വാതുല എന്നുള്ള വാക്ക് ഇതൊരു ശകാര പദമാണ്. അതായത് മൂഢമതേ എന്ന് നമ്മളെ ഭഗവാൻ വിളിച്ചു. ഏതാണ്ട് തത്തുല്യമായിട്ടുള്ളൊരു വാക്കാണ് വാതുല. വാതുല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കുമ്പോൾ സ്ഥിരതയില്ലാത്തത്, ബുദ്ധി സ്ഥിരതയില്ലാത്തത്, അസ്ഥിരമായത് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. സുബോധമില്ലാത്ത ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്, വാതുല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം, എങ്ങനെ ജീവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇത്രയധികം ആകുലപ്പെടുന്നത് എന്തിന്? നിങ്ങളുടെ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇത്രയധികം ദുഃഖിക്കുന്നത് എന്തിന്? ആകുലപ്പെടുന്നത് എന്തിന്? അത് എന്താണെന്ന് പറയുന്നു? അത് ബുദ്ധിക്ക് സ്ഥിരതയുള്ളവരുടെ ലക്ഷണമല്ല, സുബോധമുള്ളവരുടെ ലക്ഷണമല്ല, അത് മൂഢത്വമാണ്, മൗഢ്യമാണ് എന്ന് പറയുന്നു. അപ്പം ഈ വാക്കുകൾ, ഈ ശകാര പദങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഭഗവാൻ അല്ലെങ്കിൽ ആചാര്യസ്വാമികൾ ഇത്തരം ശകാര പദങ്ങൾ നമ്മളെ ഒരുമിച്ച് വീണ്ടും വീണ്ടും അത്തരം ശകാര പദങ്ങളാൽ നമ്മളെ വിശേഷിപ്പിക്കുന്നു എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് പോകേണ്ടതാണ്, അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഈ മൂഢമതേ? വാസ്തവത്തിൽ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. മൂഢമതേ അതല്ലെങ്കിൽ വാതുല എന്നുള്ള ഈ വാക്കുകളിലൂടെ ആചാര്യസ്വാമികളെ എന്തിൽ നിന്നാണ് നമ്മളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മൂഢമതേ, ഞാൻ പറയാം. മൂഢം എന്ന് പറഞ്ഞാൽ തികച്ചും ബുദ്ധിവിഹീനനായ ഒരാളെന്നല്ല അർത്ഥം.
സംസ്കൃതത്തിലെ മൂഢമതേ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച ഒരാളെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് തീരെ അറിവില്ലെങ്കിൽ അതൊരു തെറ്റല്ല, പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ അതും നല്ല അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും അല്ല പ്രശ്നം. രണ്ടിൻ്റെയും ഇടയ്ക്ക് തെറ്റായ അറിവുകളുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന അല്പജ്ഞാനങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ വീണുപോകുന്നത്. അപ്പോഴാണ് നമ്മൾ മൂഢനും വാതുലനും ഒക്കെ ആകുന്നത്. അപ്പം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ മൂഢനായി പോകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനായി പോകുന്നത്? 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ജീവിതത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ജീവിതത്തിൽ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സ്ഥായിയായ തെറ്റിദ്ധാരണയുണ്ട്. മറ്റെല്ലാ തെറ്റിദ്ധാരണകളും ഇതിനെ പിന്തുടർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ മൂലേ കുഠാരഹ, ഏറ്റവും അടിയിൽ തന്നെ നമ്മൾ എന്ത് വെക്കണം? നമ്മളുടെ കഠാര വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ കോടാലി വെക്കണം. ഒരു വൃക്ഷത്തെ അതിൻ്റെ അടിവേരിൽ നിന്ന് വേണം ഇളക്കാൻ. ഇപ്പം 3 കാര്യങ്ങളിലാണ് നമുക്ക് തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. 1, മനുഷ്യ ജന്മം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിനെക്കുറിച്ച് മനുഷ്യർക്ക് തെറ്റിദ്ധാരണയാണുള്ളത്. ശരിയായ ധാരണയില്ല. മനുഷ്യ ശരീരം എത്രമാത്രം വിലപിടിപ്പുള്ളതാണെന്നുള്ളതിനെക്കുറിച്ച് ബോധ്യമില്ല. മനുഷ്യ ശരീരം ലഭിക്കാനുള്ള സാധ്യത എത്ര വിരളമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യമില്ല. 83 ദശലക്ഷം സ്പീഷീസുകളുള്ള ഈ ഭൂമിയിൽ ഒരാൾ മനുഷ്യനായി ജനിക്കാൻ ഉള്ള സാധ്യത അങ്ങേയറ്റം നമുക്ക് അവഗണിക്കപ്പെടേണ്ട ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ സാധ്യത ലോട്ടറി അടിക്കാനുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി അടിക്കാനുള്ള സാധ്യത എത്രയാണ്? 50 ലക്ഷത്തിൽ 1 50 ലക്ഷത്തിൽ 1 സാധ്യതയുണ്ട് കേരള ഗവൺമെൻറ്. പക്ഷേ ഇവിടെ മനുഷ്യ ജന്മം സിദ്ധിക്കാൻ 63 ദശലക്ഷത്തിൽ 1 സാധ്യത മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നെഗ്ലിജിബിളാണ്. കണക്ക് പഠിക്കുന്നവർക്കറിയാം, സാധ്യതയില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അസാധ്യതയിൽ നിന്ന് ജനിച്ച് ഉയർന്ന് ജീവിച്ച് നിൽക്കുന്ന ഒരു ഞാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യദേഹത്തിനുള്ളിൽ നിൽക്കുന്ന ഈ വെളിച്ചം, ഈ അറിവ് എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവില്ല. ഉള്ളത് ഭാഗികമായ ജ്ഞാനം മാത്രമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ. ഞാൻ എത്രത്തോളം അപൂർവതയാണ്, ഞാൻ മുമ്പില്ലാത്തൊരു പ്രതിഭാസമാണ്, ഞാൻ എത്രത്തോളം അസാധ്യതയാണ്, ഞാനിവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ അവഗണിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ബോധ്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇവിടെ ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടേണ്ട അറിവായിരുന്നു. ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ധനികനാണ്, എത്രമാത്രം സമ്പന്നതയിലേക്കാണ് നമ്മൾ പിറന്നു വീണത്, എത്രമാത്രം ഒരു സാധ്യതയിലേക്കാണ് നമ്മൾ പിറന്നു വീണത് എന്നുള്ള തിരിച്ചറിവ് വേണം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യത്തെ തെറ്റിദ്ധാരണ മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഈ മനുഷ്യ ശരീരം കൊണ്ട് ജീവിക്കുന്നത് തിര്യക്കുകളെ പോലെയാണ്, അല്ലെങ്കിൽ നാൽക്കാലികളെ പോലെയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒന്ന് സ്റ്റൈലൈസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർത്ഥകാമങ്ങളിൽ പെട്ട് ഉഴലുന്ന കാലത്തോളം കാലം നമ്മളും നാൽക്കാലികളും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ വയ്യ. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും മൈത്രേയനെ പോലുള്ളവർ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് കുറച്ച് നല്ല മൃഗം മാത്രമാണ്, അല്ലെങ്കിൽ മൃഗം മാത്രമാണ്. നല്ലതെന്ന് പോലും പറയാറില്ല, മനുഷ്യനും ഒരു മൃഗം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? മൃഗത്തെ പോലെ നമ്മൾ അത്തരത്തിലുള്ള ജൈവികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ വാദങ്ങൾ സാധുവായി വരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടുള്ള അജ്ഞാനമാണത്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു സാധ്യതയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കണം, നമ്മൾ സംസ്കാരം പഠിക്കണം, നമ്മൾ ആത്മീയത എന്താണെന്ന് അറിയണം. ഈ 3 കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചാലേ നമുക്ക് മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യത അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ മനുഷ്യ കോലങ്ങളുണ്ട്. ഒരു തപസ് ചെയ്യുന്ന ഒരു പുരുഷ ശരീരം, മൂലബന്ധാസനത്തിലിരിക്കുന്ന ഒരു പുരുഷ ശരീരം ശിവൻ്റെ രൂപമാണ്, ശിവനാണ്, പശുപതിനാഥനാണ് അതിലിരിക്കുന്നത് മൂലബന്ധാസനത്തിൽ. പിന്നെ കിട്ടിയത് നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ശരീരം. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ സാധ്യതയാണ്, മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതയാണ്. മൂലം ബന്ധിച്ചിരിക്കുക, അത് ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ബോധപൂർണിമയുടെ ലക്ഷണമാണത്. അതുപോലെ നൃത്തം ചെയ്യുക, ആനന്ദം. ഒന്ന് ചിത്താണെങ്കിൽ മറ്റേത് ആനന്ദമാണ്.
അപ്പോൾ ചിദാനന്ദം എന്ന് പറയുന്ന ആ ആധ്യാത്മിക സത്യം മനുഷ്യ ശരീരത്തിൻ്റെ പരമാവധി സാധ്യതയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഭാരതത്തിൻ്റെതെന്ന് പറയാവുന്ന ഏറ്റവും ആദിമമായ മുദ്രണങ്ങൾ എന്ന് പറയുന്നത് ചിത്തും ആനന്ദവുമാണ്. ചിദാനന്ദ രൂപമാണ് നമുക്ക് കിട്ടിയത്. അപ്പം മനുഷ്യ ശരീരത്തിൻ്റെ ഈ ഒരു സാധ്യതയെക്കുറിച്ച്, ഈ ചിത്ത് എന്താണ്, ആനന്ദം എന്താണ് എന്നുള്ള സാധ്യതയെക്കുറിച്ചിട്ടുള്ള അജ്ഞതയും മനുഷ്യനെ മറ്റ് ജീവികളെ പോലെ തന്നെ അർത്ഥകാമങ്ങളുടെ പിന്നാലെ പോകേണ്ടതാണെന്നുള്ള ധാരണയുമാണ് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് മൗഢ്യമാണ്. ഇങ്ങനെയുള്ള ഒരാളെ തീർച്ചയായിട്ടും ആചാര്യസ്വാമികൾ മൂഢമതേ എന്ന് തന്നെ വിളിക്കുന്നു. നമ്മളെല്ലാം ആ ഒരു അതിനുള്ളിൽ വരുന്നവരാണ്. മറ്റൊന്ന്, ഈ രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ സ്രോതസ് എവിടെയാണെന്നറിയാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. ഇപ്പം വേദാന്തത്തിലൊക്കെ പറയുന്ന ഒരു മെറ്റഫറുണ്ട്, കസ്തൂരിമാൻ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ആനന്ദം എവിടുന്ന്, അതിൻ്റെ ആ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. സ്വന്തം നാഭിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ നാഭിയിൽ നിന്ന് വരുന്ന ആ സുഗന്ധം എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാതെ ഇതിങ്ങനെ അനന്തമായിട്ട് അതിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുക. അങ്ങനെ പിന്തുടർന്ന് പോകവേ ഇത് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു കാവ്യാത്മകമായ ചിത്രീകരണമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ. നമ്മളിങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പായുകയാണ്. സന്തോഷത്തിന് വേണ്ടി ആനന്ദം കണ്ടെത്താനുള്ള പായ്ച്ചിലാണ്. നമുക്കതിൻ്റെ എന്തൊക്കെയോ ഒരു ഗന്ധം കിട്ടുന്നുണ്ട്, പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നറിയില്ല, സ്രോതസ് അറിയില്ല. അങ്ങനെയുള്ള ആ പാച്ചിലിനിടയിൽ നമ്മൾ മരിച്ചു വീഴുന്നു. അപ്പോൾ ആനന്ദത്തിൻ്റെ സ്രോതസ്, അതിനെക്കുറിച്ചിട്ടുള്ള മിഥ്യാധാരണ, അത് പുറമെയാണ്, അത് ചേസ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് വേണം നമ്മൾ ആഗ്രഹങ്ങളെ പിന്തുടരാമെന്ന് പറഞ്ഞു. അത് ഇതുമായിട്ട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആനന്ദത്തിലാണ്. ആനന്ദത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആഗ്രഹങ്ങളെ പിന്തുടരാൻ, അല്ലെങ്കിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ, കർമ്മം ചെയ്യാൻ. ആനന്ദത്തെ പിന്തുടർന്നാൽ ആനന്ദം പുറമെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളെ ഭരിക്കും. നമ്മുടെ ഉള്ളിലുള്ള സ്രോതസ്സിനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ വിസ്മരിക്കും. അങ്ങനെ ഇത് രണ്ടും ചേരുമ്പോൾ നമ്മളൊരു മൃഗതൃഷ്ണയോടുകൂടി നമ്മൾ അവിടെ വീണ് മരിക്കും. അപ്പോൾ സന്തോഷത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അത് കണ്ടെത്താൻ 3 ഉപായങ്ങളുണ്ട്. ഒന്ന്, സ്വധർമ്മത്തെ കണ്ടെത്തി അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യർക്ക് ഉപകാരമാക്കി കൊടുക്കുക. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ വന്നു, ധർമ്മവും വന്നു, സ്വധർമ്മവും വന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ എങ്ങനെ സാധിക്കുകയുള്ളൂ? ഞാനായിട്ടിരുന്നാലേ എനിക്കതിന് പറ്റൂ. ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് ഒരുപാട് പണം കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റില്ല, ഞാൻ ധനവാനല്ല. പക്ഷേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഈശ്വരൻ എനിക്ക് എന്തെങ്കിലും കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരൻ എന്നിൽ കൂടെ അത് പ്രകാശിപ്പിക്കും. ഞാൻ അവിടെ നിന്നു കൊടുത്താൽ മതി, ഞാനൊരു ചാനലായിട്ട് നിന്നു കൊടുത്താൽ മതി. അത് മനുഷ്യരിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുക. ഇതാണ് എനിക്ക് ചെയ്യാവുന്ന മിനിമം കാര്യം. അപ്പം ധർമ്മവും സ്വധർമ്മവും അവിടെ ഒരുമിക്കുന്നു. ഇത് ആനന്ദമാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കെ അറിയേണ്ട ആനന്ദങ്ങളിലൊന്നാണ്. പിന്നെ നമ്മൾ ആത്മാവിൻ്റെ പരിണാമം, അതാണ് മോക്ഷം എന്നൊക്കെ പറയുന്നത്. അത് കുറച്ച് ഉന്നതമാണെങ്കിൽ പോലും ഇത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് 3 ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചുമ്മാ ജീവിക്കാൻ പറ്റില്ല. ഇത് രണ്ടും അത്യാവശ്യം നമ്മൾ ധർമ്മം എന്താണെന്നും സ്വധർമ്മം എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഒരു സംശയം വേണ്ട. സ്വധർമ്മം അറിഞ്ഞ ഒരാൾക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ എളുപ്പമാണ്. കാര്യം അയാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ അയാൾക്ക് സാധിക്കും. അയാളെ കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപകാരമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൃതാർത്ഥത എന്താണ്? എന്നെക്കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടെന്ന് അറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതാണ് കൃതാർത്ഥത. ജീവിച്ചിരിക്കുക എപ്പോഴെങ്കിലുമൊക്കെ നമ്മളത് അറിയണം. മറ്റൊരു മനുഷ്യന് എന്നെക്കൊണ്ടൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ പുഞ്ചിരിയാണ് ഞാൻ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതാണ് കൃതാർത്ഥത. അതൊക്കെ നമ്മൾ അറിയണം, ജീവിതത്തിൽ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ശരിയായ ഇടത്തിരിക്കണം, ശരിയായ സ്ഥലത്ത് നമ്മൾ തന്നെ പ്ലേസ് ചെയ്യണം. ജീവിതാനന്ദങ്ങളാണിതെല്ലാം. 3ാമത്തെ തെറ്റിദ്ധാരണ എന്താണ്? 3ാമത്തെ തെറ്റിദ്ധാരണ ഒരു പ്രശ്നമാണ്. എന്താണ്? ഈ ഒരേ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ എന്നും ഇതിനുള്ളിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിക്കണമെന്നുമുള്ള ആ ബോധ്യമില്ലേ, അതാണ് 3ാമത്തെ തെറ്റിദ്ധാരണ. അതായത് നമ്മൾ പുനർജന്മത്തെക്കുറിച്ചൊക്കെ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സത്യമാണെന്ന് നമുക്ക് ഒട്ടും ഉറപ്പില്ല, തീരെ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു
മിത്തായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ. പകരം ഉള്ളത് എന്താണ്? ഈ ജന്മമാണ്. ഈ ജന്മത്ത് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ജീവിക്കും. വരും ജന്മങ്ങളെക്കുറിച്ചോ കഴിഞ്ഞു പോയ ജന്മങ്ങളെക്കുറിച്ചോ നമുക്ക് യാതൊരു ആകുലതയും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അവബോധവുമില്ല. അപ്പം നിങ്ങൾ ചോദിക്കാം, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല, എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലുള്ള ഓർമ്മയുമില്ല. അത് ചില സൂചനകളിലൂടെയുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രത്യക്ഷമായ അനുഭവം വേണ്ട എല്ലാത്തിനും. പ്രത്യക്ഷമായ അനുഭവം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പ്രത്യക്ഷമായ അനുഭവമാണ് ഭൂമി നിശ്ചലമാണെന്നുള്ളത്. പക്ഷെ അത് സത്യമല്ല, ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായ അനുഭവമാണ് ഭൂമി പരന്നിട്ടാണെന്നുള്ളത്. അത് സത്യമല്ല, ഭൂമി പരന്നതല്ല. അപ്പോൾ പ്രത്യക്ഷമായ അനുഭവങ്ങൾ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. പ്രത്യക്ഷമല്ലാത്ത അറിവ് തെറ്റായിക്കൊള്ളണമെന്നില്ല. പ്രത്യക്ഷം മാത്രമല്ല നമുക്ക് പ്രമാണം. ഭാരതത്തിന് വേറെ വളരെയേറെ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ശക്തമായ മറ്റൊരു പ്രമാണമാണ് അനുമാനം. നമ്മൾ അനുമാനിച്ചറിയുന്നു, ഊഹിച്ചറിയുന്നു. ഊഹം എന്നുള്ള വാക്ക് ശരിയാണെന്നറിയില്ല. അനുമാനം പലപ്പോഴും കൃത്യമായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ജനിച്ചതാണ്. ഈ ജനിച്ചപ്പോൾ ആരും എന്നോട് വന്ന് അനുവാദം ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല ഇത്. എനിക്ക് വെച്ച് നീട്ടിയപ്പോൾ ഞാൻ സ്വീകരിച്ചതാണിത്. ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ മരിക്കും. ഇത്രയും പ്രത്യക്ഷ അറിവാണെങ്കിൽ ഇവിടെയാണ് അനുമാനം കൊണ്ടുവരേണ്ടത്. ഇനിയും ഒരു ജീവിതം വെച്ച് നീട്ടിയാൽ വാങ്ങില്ല എന്ന് എന്തുറപ്പ്? അല്ലേ? ഈ ജീവിതം വെച്ച് നീട്ടി നമ്മളോട് അനുവാദം ചോദിച്ചില്ലല്ലോ, ചോദിച്ചില്ല. ഈ ജീവിതം നമ്മളങ്ങ് ജനിക്കുകയോ ചെയ്തത്, ജനിച്ച് ജീവിക്കുകയോ ചെയ്തത്. അവിടെ ആരുടെ അനുവാദം ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് ദാറ്റ് ഈസ് സോ, ഇങ്ങനെയാണ് അനുമാനത്തിൽ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് നമ്മളോട് ഒരാൾ ഇങ്ങനെ വന്നിട്ട് ജീവിതം വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയേ പറ്റൂ. നിസ്സഹായനാണ് അവിടെ. ഇതുപോലെ പലതവണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവാം, പലതവണ ഞാൻ ജനിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജനിച്ചതിന് കൃത്യമായിട്ടുള്ള ഒരു ലോജിക്ക് എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പം എത്ര തവണ വേണമെങ്കിലും എനിക്ക് ആവർത്തിക്കാൻ പറ്റും, ആവർത്തിച്ചിട്ടുണ്ടാവാം എന്നുള്ള കാര്യങ്ങളെ ഒരു പക്ഷയിൽ നിർത്തുന്നതിന് പറയുന്ന പേരാണ് അനുമാനം എന്ന് പറയുന്നത്. അപ്പം അത്രയെങ്കിലും നമുക്ക് ബോധ്യം വേണം. പുനർജന്മത്തെക്കുറിച്ച് അത്രയെങ്കിലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളെ മൂഢമതേ എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും. ഇനി ഈ വാതുല എന്നുള്ള വാക്ക് അല്ലെങ്കിൽ മൂഢമതേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ മറ്റ് ചില കാരണങ്ങളും കൂടിയുണ്ട്. ഒന്ന്, ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെ തരത്തിലുള്ള യാത്രകളിലൂടെ കടന്നു പോകുന്നു, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 തരത്തിലുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ യാത്ര? ദേഹയാത്രയും ജീവയാത്രയും. ഇത് നിങ്ങൾ എപ്പോഴും സ്മരിക്കുക, മറക്കാതിരിക്കുക. നമ്മൾ എവ്രി സിംഗിൾ ഡേ, ഓരോ ദിവസവും നമ്മൾ 2 തരം യാത്ര ചെയ്യുന്നുണ്ട്. ഒന്ന് ദേഹയാത്ര ചെയ്യുന്നുണ്ട്, ഇത് നിശ്ചലമൊന്നുമല്ല, ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന് ജീവയാത്ര ചെയ്യുന്നുണ്ട്, നമ്മളുടെ പരിണാമയാത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സിമ്മിൻ്റെ യാത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ഫോണും അകത്തുള്ള സിമ്മും ഒരേപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹയാത്ര എന്ന് പറയുമ്പം എന്തൊക്കെയാണ് ദേഹയാത്ര? നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അതുള്ളത്? നമ്മൾ ജനിച്ചു, ജായതേ അല്ലേ, നമ്മൾ ജനിച്ചത് ദേഹയാത്രയാണ്. പിന്നെയോ അസ്ഥി. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ ജനിച്ചു, നമ്മളവിടെ ഉണ്ട്, ദേഹയാത്രയാണ്. മൂന്നാമതെന്ന് പറഞ്ഞാൽ വർദ്ധതേ, നമ്മൾ വളരുന്നു അല്ലേ. നമ്മുടെ കൈകൾക്ക് നീളം വയ്ക്കുന്നു, കാലുകൾക്ക് നീളം വയ്ക്കുന്നു, നമ്മുടെ ശബ്ദത്തിന് മാറ്റം വരുന്നു, നമ്മുടെ രൂപം മാറുന്നു. വർദ്ധതേ. പിന്നെയോ വിപരിണമതേ, അതായത് ആ വളർച്ച നിലയ്ക്കുന്ന ഒരു ഘട്ടം വരും. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി വളർച്ച നിലയ്ക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതാണ് വിപരിണമതേ. പിന്നീട് ഉണ്ടാകുന്ന എന്താണ്? അപക്ഷീയതേ. പിന്നീട് തിരിച്ചിറക്കാണ്. അതുവരെ ഒരു കയറ്റമായിരുന്നു, ഇനി അങ്ങോട്ട് ഇറക്കമാണ്. ഒരു മധ്യവയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കുറേശ്ശെയായിട്ട് നമ്മുടെ കഴിവുകൾ പ്രകൃതി പരിമിതപ്പെടുത്തും. ഇതൊന്നും ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. നമുക്കിവിടെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല.
ഇതൊന്നും നമ്മളോട് ചോദിക്കുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ജനിക്കാൻ ചോദിക്കുന്നില്ല, വളരാൻ ചോദിക്കുന്നില്ല, തിരിച്ച് വളരാതിരിക്കാൻ ചോദിക്കുന്നില്ല, ക്ഷീണിക്കാൻ ചോദിക്കുന്നില്ല. നമ്മുടെ ഒരു അനുവാദവും ഇവിടെ വേണ്ട. തോന്നിയ പോലെ വന്ന് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന കറുപ്പ് നിറമാർന്ന മുടി അല്ലേ, കറുകറായിരിക്കുന്ന കാർ കൂന്തലായിരുന്നു, ഇപ്പം കൂന്തലൊക്കെ വെളുത്തോണ്ടിരിക്കുക. ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്യാൻ പറ്റും? പെയിൻ്റ് അടിക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുക. അപക്ഷിയതേ, അവസാനം എന്താണ്? വിനശ്യതി. നമ്മൾ എന്തായി? ജായതേ എന്ന് പറയുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയില്ലേ, അത് നമ്മളിവിടെ എത്തും. വിനശ്യതി, സമ്പൂർണമായ വിലയനം. ഏതിൻ്റെ? ശരീരത്തിൻ്റെ. ശരീരം എവിടുന്ന് വന്നോ, പഞ്ചഭൂതങ്ങളിൽ വന്ന ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ അത്രയും സമയം ഞാനാണ് ശരീരമാണ്, അല്ലെങ്കിൽ ശരീരം ഞാനാണെന്ന് ധരിച്ചിരുന്നു. പക്ഷെ ഇത് മണ്ണിൽ നിന്ന് വന്ന് മണ്ണായിപ്പോയി. അപ്പം ഇതാണ് ശരീരത്തിൻ്റെ യാത്ര. ഇതിനെക്കുറിച്ച് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനിയൊന്നുണ്ട്. ഇത് മൃഗങ്ങളെ സംബന്ധിച്ച് ഇത് ഏറെക്കുറെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷേ മനുഷ്യരിൽ അങ്ങനെയല്ല. മനുഷ്യരിൽ, മൃഗങ്ങളിൽ ഇല്ലാത്ത ഒരു സംഗതി വളരെ വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതൊരു ആന്തരിക ജീവിതമാണ്. ഒരു ആന്തരിക ജീവിതം അവിടെ ഉണ്ട്. മാറ്റി തീർക്കാൻ സാധിക്കുന്ന, തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന, വ്യത്യസ്തമായിരിക്കാൻ സാധിക്കുന്ന, തനതായിരിക്കാൻ സാധിക്കുന്ന, ആവിഷ്കരിക്കാൻ സാധിക്കുന്ന, തകർക്കാൻ സാധിക്കുന്ന, പുനഃസൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി, ഒരു പ്രതിഭ, ഒരു പ്രതിഭാസം എൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ ആത്മാവാണ്. ഇങ്ങനെയൊക്കെയാണ് ആത്മാവിനെ തിരിച്ചറിയേണ്ടത്. ഈ സാധ്യതയാണ്, അനന്തമായ ഈ സാധ്യത, എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഈ സാധ്യതയില്ലേ, ആത്മാവാണിത്. അല്ലാതെ ആത്മാവ് ഒരു വസ്തുവല്ല. അത് അമൂർത്തമായ ഈ ഒരു സാധ്യതയ്ക്ക് പറയുന്ന പേരാണ്. നമുക്ക് പലതായി എന്ത് വേണമെങ്കിലും ആയിത്തീരാനുള്ള സ്വാതന്ത്ര്യമാണ്. ആത്മാവ് സ്വതന്ത്രമാണെന്ന് പറയുന്ന അർത്ഥം അതാ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയിത്തീരാം. നശിക്കണേ നശിക്കാം, നന്നാവണേ നന്നാവാം, തകർക്കണേ തകർക്കാം, സൃഷ്ടിക്കണേ സൃഷ്ടിക്കാം. എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്. വിത്ത് കോൺസിക്വൻസസ്, അതിൻ്റെ ഭവിഷ്യത്തും കൂടെ അനുഭവിച്ചോണം. ഇനിയുള്ളത് ജീവയാത്രയാണ്. ജീവയാത്ര ഒരു പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം 4 വിധത്തിലുള്ള ജീവയാത്രയുണ്ട്. എന്താണ് 4 തരത്തിലുള്ള ജീവയാത്ര? ആദ്യത്തെ ജീവയാത്ര എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിലാണ്. അതായത് നമ്മൾ ജനിച്ച് വരുന്ന ഈ ജീവികളൊക്കെ തമസ്സിലാണ് ഉള്ളത്. ഉരകങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ പരിണാമത്തിൻ്റെ ശ്രേണി എടുത്താൽ ഏറ്റവും അടിത്തട്ടിൽ എന്താണുള്ളത്? തമസാണ്. തമോ ഗുണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ജീവയാത്രയിലെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തമോ ഗുണപ്രധാനമായ അവസ്ഥയാണ്. അതിന് പറയുന്ന പേര് പാമരൻ എന്നാണ്. പാമരൻ്റെ അവസ്ഥ എന്താണ്? തിരിച്ചറിവ് എന്താണ്? പാമരൻ്റെ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഏത് വിധേനയും അത് സാധിച്ചോളണം. ഇതാണ് പാമരൻ്റെ മനസ്സിൽ ഇരിപ്പ്. പാമരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനാണ്. മനുഷ്യനിലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള അധമ ബുദ്ധിയാണത്. അവിടെ എന്താണ് അയാൾ ചിന്തിക്കുന്നത്? എന്നിൽ ആഗ്രഹമുണ്ട്, ആഗ്രഹം സാധിച്ചാൽ സുഖം കിട്ടും, അപ്പോൾ ഏത് വിധേനയും അത് പ്രാപിക്കുക. ഏത് വിധേനയും പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏറ്റവും എളുപ്പ വഴിയിൽ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാശുണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴി എവിടെയാണ്? ബാങ്കിൽ പോയിട്ട് എടുക്കുക. ഇടാനാണല്ലോ പാട്, എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബാങ്ക് പോയി നമ്മളിപ്പം എന്നും പത്രത്തിൽ ക്രൈമിൻ്റെ ന്യൂസ് വരും അല്ലേ? കുറ്റകൃത്യങ്ങൾക്ക് ഒരു അവസാനവും ഇല്ലല്ലോ. എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത്? എന്നെ എപ്പോഴും കുഴച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത്രയധികം കോടതികളും ഇത്രയധികം ശിക്ഷാവിധികളും ഇത്രയധികം പോലീസും പട്ടാളവും പാരാമിലിറ്ററിയും ഒക്കെ തോക്കും ബോംബും ഒക്കെ ആയിട്ട് നിന്നിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് ക്രൈം ചെയ്യുന്നു? ഒരേ കുറ്റകൃത്യമല്ലേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരേ പാറ്റേൺ അല്ലേ? അല്ലാണ്ട് പുതിയൊരു കുറ്റകൃത്യം പോലും വരുന്നില്ല. എല്ലാം ആവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. എല്ലാം കൊലപാതകം, പിടിച്ചുപറി, ഏതെങ്കിലും ഒരു പുതിയ കുറ്റകൃത്യം വരുന്നുണ്ടോ? ഇല്ല. ഞാനത് പറയുന്നില്ല ഓരോന്നും, പക്ഷേ ആവർത്തിക്കുകയാണ്. ആ ആളുകൾ മാറുന്നുണ്ട്, സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതിലെ കഥാപാത്രങ്ങൾ മാത്രം മാറുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പ്രതിസുത വരനെ തള്ളിയിട്ടു, കൊന്നു, കാമുകനും കാമുകയും ചേർന്ന്. ഈ വാർത്ത നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ? ഞാനൊരു കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇത് 10 തവണയെങ്കിലും കേട്ടിട്ടുണ്ട്.
പക്ഷേ ഓരോ തവണയും വാർത്തയിലെ പേരുകൾ മാത്രം മാറിക്കൊണ്ടിരിക്കും. ഭർത്താവിൻ്റെ പേര് മാറും, മറ്റു രണ്ടുപേരുടെയും പേരുകൾ മാറും, തിരിച്ചും സംഭവിക്കും. അപ്പോൾ ഈ പേരുകൾ മാറുന്നു, കുറ്റകൃത്യങ്ങൾ മാറുന്നില്ല, ആവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഇവർക്കറിയില്ല ഇതിനു മുമ്പ് ചെയ്തവരൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എന്നിട്ട് ഇവരെന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ ആത്മീയത. ആത്മീയത പറയുന്ന മനഃശാസ്ത്രം എന്താണ്? പാമരത്വം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. തമോ ഗുണത്തിൽ പെട്ടുപോയൊരു മനുഷ്യന് കുറ്റകൃത്യം ചെയ്യാതെ പറ്റില്ല. കാര്യം അയാൾക്ക് നേരെ ചൊവ്വേ കാര്യങ്ങൾ ബുദ്ധി പ്രവർത്തിക്കില്ല. എളുപ്പ വഴി കൂടെ ആഗ്രഹങ്ങൾ, കാമം പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. എളുപ്പ വഴിയിൽ ആഗ്രഹം സഫലീകരിക്കണമെന്നുള്ള ഒറ്റ ബുദ്ധിയാണത്. അതുകൊണ്ടാണ് ഈ പറയുന്ന സകലമാന കുറ്റകൃത്യങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് പാമരത്വം എന്ന് പറയുന്നത്. ഇയാൾ തമോ ഗുണിയാണ്. അടുത്തത് എന്താണ്? തമോ ഗുണം കഴിഞ്ഞാൽ രജോ ഗുണമാണ്. രജോ ഗുണിക്കും ഇതേപോലെ ആഗ്രഹങ്ങളുണ്ടല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇതിനേക്കാളും ഉണ്ട്. പക്ഷേ അയാളുടെ വ്യത്യാസം എന്താണ്? കർമ്മം ചെയ്തിട്ടാണ് അയാൾ ധാർമ്മികമായി കർമ്മം ചെയ്ത് നേടാനുള്ള കുശലതയും ബുദ്ധിയും വിവേകവും അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്കും തെറ്റ് പറ്റാം. എങ്കിൽ പോലും അയാൾ എളുപ്പ വഴികൾ നോക്കുന്നില്ല. പണം ഉണ്ടാക്കണം എങ്കിൽ എന്താണ് വഴി? അയാൾ കണ്ടെത്തും. കച്ചവടം ചെയ്യണോ, ട്രേഡിങ് നടത്തണോ, ഇൻവെസ്റ്റ് ചെയ്യണോ, ജോലി എടുക്കണോ, ജോലി എടുപ്പിക്കണോ, ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ച് അയാൾ കണ്ടെത്തും. കാര്യം ഇതെല്ലാം എന്താണ്? ധാർമ്മികമാണ്, പൊതുസമൂഹം അംഗീകരിച്ചതാണ്. അംഗീകരിക്കാത്ത വഴികളിലൂടെ അയാൾ ഒരിക്കലും പോവില്ല. ബുദ്ധിയാണ്, വിവേകമാണ്, മിനിമം കോമൺ സെൻസാണ്. അയാൾക്കറിയാം ഇന്ന ഇന്ന വഴികളിലൂടെ പോകണം. അയാൾ അന്തസ്സായിട്ട് ആ വഴി കൂടെ പോയി ധനം ആർജിക്കും. നമുക്കൊരു കുറ്റവും പറയാനില്ല അതിൽ. അയാളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ആവശ്യത്തിലധികം ആർജിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് കുറവ് വരുമ്പോൾ മാത്രമേ അതിനകത്തൊരു നൈതികമായ തെറ്റുള്ളൂ. അതല്ലാതെ സമ്പത്ത് ആർജിക്കുന്നത് തെറ്റല്ല. ധാർമ്മികമായ വിധിച്ച വഴിയിലൂടെ സമ്പത്ത് ആർജിക്കുന്നതിനെ നമുക്ക് തെറ്റെന്ന് വിധിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ പോലും എവിടെയാണ് നിൽക്കുന്നത്? ആദ്യത്തെ ആളുടെയും രണ്ടാമത്തെ ആളുടെയും മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും തന്നെയാണ്. ആദ്യത്തെ ആൾക്ക് കഴിവ് കുറവാണ്, തമോ ഗുണത്തിൽ കിടക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് നല്ല ശക്തി, ഊർജവും ഉണ്ട്. അതായത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയൊക്കെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അയാൾ ഏതാണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ള രീതി എന്ന് നോക്കി കണ്ടുപിടിച്ച് പോലീസൊന്നും പിടിക്കാതെ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് കണ്ടെത്തി ആ വഴി കൂടെ അടിച്ച് കയറിപ്പോവും. ഇതിന് പറയുന്ന പേരാണ് വിഷയി. സാധാരണ നമ്മൾ പറയുന്ന വിഷയി ഇല്ലേ, അതായത് വിഷയാസക്തൻ എന്ന് പറയുന്ന അവസ്ഥയാണിത്. പക്ഷേ ഈ ആസക്തൻ ധാർമ്മികമാണ്. അയാളെ നമുക്ക് പെട്ടെന്നൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം പാമരത്വമുണ്ട്, വിഷയിയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരവസ്ഥ വരും. എന്താണത്? ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞ് 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 മടുത്തിട്ട് ഈ ജീവിതത്തിന് ഇനി എന്താണ് അർത്ഥം? സാത്വിക ഭാവം ഉണർന്നു. അവിടെ രജസ്സിനുള്ളിൽ സാത്വിക ഭാവം ഉണർന്നു. ഇനി ഒരു നല്ല മാറ്റം, നല്ലൊരു ഷിഫ്റ്റ് സംഭവിക്കും. ആ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കും. അയാളുടെ ഓട്ടം കുറയും, അയാളുടെ തൃഷ്ണ കുറയും, അയാളുടെ കിതപ്പടങ്ങും. അയാൾ സ്വസ്ഥവും ശാന്തവുമായിട്ടിരുന്ന് ആലോചിക്കും, ഞാൻ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ഇനി എൻ്റെ ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പകുതിയിലേറെ കഴിഞ്ഞു. ഞാനിപ്പോൾ കാണുന്നത് ജനിച്ച കടവാണോ, എനിക്ക് ഇറങ്ങാനുള്ള മരണത്തിൻ്റെ കടവാണോ? ഏത് കടവാണ് ഞാൻ ഈ നദി കുറുകെ കിടക്കുമ്പോൾ കാണുന്നത്? ഞാൻ പണ്ട് മൂവാറ്റുപുഴയാറ് കുറുകെ കിടക്കും, നീന്തിയിട്ടൊന്നും അല്ല കേട്ടോ, വള്ളത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് തിരിഞ്ഞു നോക്കും. ഞാൻ കയറിയ കടവിനെ ഇങ്ങനെ ശോകാർദ്രമായി നോക്കി നിൽക്കും. ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിക്കായിരുന്നു കുട്ടിക്കാലത്ത്. ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ വിഷമമാണ്, ഇറങ്ങിയ സ്ഥലത്തിനോടൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ്, അതുവരെ ഇരുന്ന ട്രെയിനിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ പലതിനോടും അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ വളരുമ്പോഴാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ വള്ളത്തിൽ പോകുമ്പം വള്ളം കയറിയ കരയിലേക്ക് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോട്ടം വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കയറിയ കര നമുക്ക് വ്യക്തമായിട്ട് കാണാം, അതിൻ്റെ വിശദാംശങ്ങൾ കാണാം. പിന്നീട് നദി ഇങ്ങനെ മൂവാറ്റുപുഴയാറ് ക്രോസ് ചെയ്ത് നമ്മൾ ഏകദേശം അപ്പുറത്തെത്താറാവും. അപ്പുറത്തെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കടവ് വളരെ ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റൂ, പൊട്ടുപോലെ കാണാൻ പറ്റൂ. അവിടെ നിൽക്കുന്നവരുടെ മുഖം വ്യക്തമല്ല, അവിടെയുള്ള വസ്തുക്കൾ വ്യക്തമല്ല. അത് ഏകദേശം എന്നോട് വിട പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് കാണാം എന്താണ്? മറ്റേ കര എനിക്ക് കാണാൻ പറ്റും. അതിനെന്തൊരു പേരും പറയും, തെക്കും ഭാഗവും. മൂവാറ്റുപുഴയുടെ അപ്പുറത്ത്, മറവന്തുരത്തിന് അപ്പുറത്തുള്ള ഭാഗം തെക്കും ഭാഗം, അങ്ങനെ എന്താണ്.
അപ്പോൾ നമ്മൾ തെക്കും ഭാഗത്തേക്ക് എത്തുകയാണ്. എന്താണ് ആ തെക്ക് ഭാഗം എന്ന് പറയുന്നത്? മരണത്തിൻ്റെ ഭാഗമാണത്. ജീവിതയാത്രയിൽ തെക്കും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ് അവിടെ. പിന്നെ നമ്മൾ വ്യക്തമായി കാണുന്നത് തെക്കും ഭാഗത്തെ കടവാണ്. അവിടെയുള്ള ഓരോ മനുഷ്യരെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ് പലരും. അവിടെയുള്ള വസ്തുക്കൾ നമുക്ക് തെളിഞ്ഞു കാണുന്നു. നമ്മൾ കയറിയ കടവ് നമുക്കൊരു വിദൂരമായൊരു പൊട്ടുപോലെ മാഞ്ഞു പോകുന്നു. ഇറങ്ങാനുള്ള കടവ് വ്യക്തമായി തെളിഞ്ഞു വരുന്നു. അതാണ് ഈ സാത്വിക ഭാവം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇറങ്ങാനുള്ള കടവ് അടുത്തടുത്ത് വരുന്നു, സമയം കുറഞ്ഞു വരുന്നു, ഞാനിങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിയാൽ മതിയോ? ഈ ചിന്ത അയാളിൽ ഉദിച്ചു വരും. ഇതിന് പറയുന്ന അവസ്ഥയാണ് സാധകൻ. ഇവിടെയാണ് ഒരു സാധകൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പായണം. നല്ല ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ, ആരോഗ്യം ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളെ ധാർമ്മികമായിട്ട് പിന്തുടരുക. ഒറ്റയടിക്ക് അതിനെ കട്ട് ഷോട്ട് ചെയ്യരുത്, ഒറ്റയടിക്ക് ബ്രേക്ക് ചവിട്ടരുത്, മറിയും. നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുക, കുറേയൊക്കെ അനുഭവിക്കുക. അനുഭവിച്ച് തന്നെ നമ്മൾ അതിനെ മറികടക്കുള്ളൂ. അല്ലാതെ മറികടക്കാൻ നമ്മൾ സിദ്ധപുരുഷന്മാരല്ല. വിവേകാനന്ദ സ്വാമിയെ പോലെയോ രാമകൃഷ്ണ പരമഹംസരെ പോലെയോ അല്ല നമ്മൾ. അപ്പോൾ നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് ഇത് വരണം, ഈ അവസ്ഥ എത്തണം. നമ്മൾ രജോ ഗുണം കുറഞ്ഞ് സാത്വിക ഭാവം പൊങ്ങി വരും. ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചു, മതിനി നിർത്താം. ഞാൻ എത്ര ഓടിയിരിക്കുന്നു, എത്ര കിതച്ചിരിക്കുന്നു, ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഓട്ടമായിരുന്നു, ഇനി എനിക്കൊന്ന് അടങ്ങാം. കാര്യം ഈ ആശ ഒരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷെ ആയുസ്സിന് നിശ്ചയമായും അറുതി ഉണ്ട് താനും. അപ്പം ഇനി എന്ത് വേണം എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് സാധകൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഭൗതികമായ ഒന്നിലും സംതൃപ്തി നൽകാത്തൊരവസ്ഥ വരും. അദ്ദേഹം ആനന്ദത്തിൻ്റെ സ്രോതസ് അന്വേഷിച്ചു തുടങ്ങും. സാധകൻ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ സ്വാധ്യായം ചെയ്യും, അതുമല്ലെങ്കിൽ സത്സംഗം ചെയ്യും, ഗുരുവിനെ പ്രാപിക്കും. സ്വാധ്യായവും സത്സംഗത്തിലേക്കും അദ്ദേഹം സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. ഈ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഗുരു വന്നില്ലെങ്കിൽ സ്വാധ്യായം ചെയ്യുക, പുസ്തകം എടുക്കൂ. വിശക്കുന്ന മനുഷ്യ പുസ്തകം എടുക്കൂ എന്നൊക്കെയുള്ള ആഹ്വാനം കേട്ടിട്ടില്ലേ? അതുപോലെ ആത്മാവിൻ്റെ വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം? പുസ്തകം എടുക്കണം. അല്ലാണ്ട് ഗുരു വരാൻ വെയിറ്റ് ചെയ്യരുത്. ഗുരു വരണമെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഗുരുവിനെ കാണാനെങ്കിലുള്ള യോഗം ഉണ്ടാവും. ദൂരെ കൂടെ ഒന്ന് കാണണമെങ്കിൽ പോലും നമുക്കൊരു യോഗ്യത വേണം. അല്ലാതെ നമ്മളെ പിന്നാലെ വരുന്ന ഗുരുക്കന്മാർ സൂക്ഷിക്കുക. നമ്മളൊരു ഘട്ടം കഴിഞ്ഞാലാണ് ഗുരു നമുക്ക് മുമ്പിൽ ദർശനമെങ്കിലും, അദ്ദേഹത്തിൻ്റെ ഒരു ദിങ്മാത്ര ദർശനമെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുസ്തകം എടുക്കുക, സ്വാധ്യായം നടക്കട്ടെ. സാധകൻ എന്താ ചെയ്യേണ്ടത്? സ്വാധ്യായം തുടരുക, സാധനകൾ അനുഷ്ഠിച്ചു പോവുക, അറിയാവുന്ന സാധനകൾ അനുഷ്ഠിച്ചു പോവുക. എല്ലാവർക്കും ചെയ്യാവുന്ന സാധനകളുണ്ടല്ലോ. മനസ്സിനെ അടക്കാനുള്ള, മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള, മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള സാധനകൾ ചെയ്യുക, സ്വാധ്യായം ചെയ്യുക. ഗുരു വരും, സത്സംഗം സംഭവിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നോളൂ, ഗുരു അടുത്ത് അന്വേഷിച്ചു വരും. ഈ സാധകന്റെ അടുത്ത ഘട്ടം എന്താണ്? സിദ്ധൻ. സിദ്ധൻ എന്ന് പറഞ്ഞാൽ എന്തായി? തൻ്റെ യാത്ര പൂർത്തിയായി. യാത്ര പൂർത്തീകരിച്ച സത്സംഗത്തിലൂടെ, ഗുരു കൃപാ കടാക്ഷത്തിലൂടെ സത്യത്തെ സാക്ഷാത്കരിച്ചു. ഇനി അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല, ഒന്നും ആർജിക്കാനില്ല, ഒന്നും പ്രാപിക്കാനില്ല. ഇങ്ങനെയുള്ള 4 അവസ്ഥ, ഇതാണ് ജീവന്റെ യാത്ര. നേരത്തെ ഞാൻ പറഞ്ഞു എന്തിൻ്റെ യാത്രയായിരുന്നു? ദേഹത്തിൻ്റെ യാത്ര. അപ്പൊ ജീവന്റെ യാത്ര എന്താന്ന് അറിയാതിരിക്കുന്നതാണ് എന്ത്? വാതുല എന്ന് നമ്മളെ വിളിച്ചത്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനെ, ശരീരം മാത്രമല്ല യാത്ര ചെയ്യുന്നത്, നിന്റെ ജീവൻ യാത്ര ചെയ്യുന്നുണ്ട്. നിന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, അതിനൊരു യാത്രയുണ്ട്, അതിനെ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് ഭഗവാൻ പറയുന്നത്, ആചാര്യസ്വാമികൾ പറയുന്നത്. നീ ശരീരം മാത്രമല്ല, അത് എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. നീ ശരീരമല്ല, ശരീരത്തിനുള്ളിലെ ആത്മാവാണ്. അത് തിരിച്ചറിയൂ. ആ ആത്മാവെന്ന് പറഞ്ഞാൽ അനന്തമായി പരിണമിക്കാൻ സാധ്യതയുള്ളതാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ അതിനെ ശരിയായ രീതിയിലേക്ക് വഴിതെളിച്ചു വിടുക. നീ നിൻ്റെ ജന്മാന്തരങ്ങളിലൂടെ നീ ക്ഷീണിച്ച് നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള കൃപയാണത്, കരുണയാണ്. വാതുല എന്നുള്ള വിളിയിലുള്ളത് എന്താണ്? കാരുണ്യം, ഘനീഭവിച്ച കാരുണ്യമാണ്. അപ്പം ഈ ജീവന്റെ യാത്ര എന്താണെന്ന് നമ്മൾ അറിയണം. പാമരൻ എന്താണ്, വിഷയി എന്താണ്, സാധകൻ എന്താണ്, സിദ്ധൻ എന്താണ്? ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ വാതുലൻ എന്നുള്ള അവസ്ഥയെ നമ്മൾ
അതിജീവിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ ഇവിടെ വാതുലൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്കൊരു ചിത്രം കിട്ടി. കാത്തേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത. എന്താ, നിനക്കൊരു ഈശ്വരനില്ലേ? നീ എന്തിനാണ് ഇതിൻ്റെ മുഴുവൻ ഭാരവും എടുത്ത് ചുമലിൽ വെച്ചിരിക്കുന്നത്? നീ ഒരു നൗകയിലാണ് യാത്ര ചെയ്യുന്നത്. ഈ നൗക മറുകര എത്തുന്നത് വരെ എന്തിന് നിന്റെ ഈ ഭാരങ്ങൾ എടുത്ത് ചുമക്കണം? വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ നിയന്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്താവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശ്വരൻ ഈ ജഗത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്ത് എന്തൊക്കെയുണ്ടോ അതിനെ നിയന്താവെന്ന് വിളിച്ചോളൂ. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം നിയന്ത്രണമുണ്ട്? വളരെ തുച്ഛമാണ്. നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാട് പോലും നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇവിടെ പോലും കാറ്റ് വെളിച്ചമൊന്നും നിയന്ത്രിക്കാൻ എനിക്ക് പൂർണ്ണ നിയന്ത്രണമൊന്നുമില്ലേ, നമ്മുടെ മുറിയിൽ പോലും. അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം ചിന്തിക്കാനുമില്ല. അപ്പം ഞാനെന്ന് പറയുന്നത് എന്തായാലും പരിമിതിയുള്ളൊരു സംഗതിയാണ്. അപ്പം എൻ്റെ പരിമിതിക്ക് അപ്പുറമുള്ള ഈ അപരിമേയതയുണ്ടല്ലോ, ഇതാണ് ഈശ്വരൻ. അല്ലാതെ ഈശ്വരനെ ഒരു വസ്തുവോ ബിംബമോ മൂർത്തിയോ ആക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പരിമിതിയുണ്ട് എന്നുള്ള സത്യത്തെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് അവസാനമുണ്ട്, ഈ പ്രപഞ്ചത്തിന് അവസാനമില്ല എന്നുള്ള സത്യത്തെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ അവസാനമില്ലാത്ത പ്രപഞ്ചത്തിലെ അവസാനിക്കുന്ന ഞാനാണ് എൻ്റെ പ്രശ്നം. അങ്ങനെയുള്ള എനിക്ക് സത്യത്തെ, നിയന്താവിനെ, ഈശ്വരനെ നിഷേധിക്കാനുള്ള യോഗ്യതയില്ല. അതിനായിട്ടില്ല. നമ്മൾ ഈശ്വരനെ നിഷേധിക്കാൻ നമ്മളായിട്ടില്ല. അതിനു വേണ്ടി നമുക്ക് അറിവില്ല, അതിനു വേണ്ടി നമുക്ക് വ്യാപകത്വമില്ല, അതിനും വേണ്ടി നമുക്ക് ജ്ഞാനമില്ല, ശക്തിയില്ല. അല്പജ്ഞനും അല്പശക്തനും അല്പവ്യാപിയുമായ ജീവന് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായിരിക്കുന്ന പ്രപഞ്ചനാഥനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഞാൻ അവസാനിക്കുന്നിടത്തു നിന്ന് അവൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഞാൻ നിർത്തിയിടത്തുനിന്ന് ഈശ്വരൻ സമാരംഭിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നിലൂടെ കടന്നു പോവുകയാണ്. ഈശ്വരനാണ്, നമ്മുടെ ഉള്ളിലൂടെയാണ് പോണത്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു കൊരുത്തെടുത്ത നൂലാണ് അവൻ. എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല നിയന്താവിനെ. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, നിനക്കൊരു നിയന്താവില്ലേ, പിന്നെ നീ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത്, എല്ലാത്തിനെക്കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടരുതേ. ആകുലപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇതിനൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഒരു നിയന്താവ് ഇവിടെ ഉണ്ട്. 3 തരം പ്രാർത്ഥനകളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സായി. എന്താണ് 3 തരം പ്രാർത്ഥനകൾ? ഒരു മനുഷ്യൻ്റെ 3 ഘട്ടങ്ങളാണത്. നമ്മൾ ഈശ്വരനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ കസാൻ സാക്കിസിൻ്റെ ആത്മകഥയിൽ നിന്നെടുത്തൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്ന ഒരു 3 പ്രാർത്ഥനകളുണ്ട്. ആദ്യത്തെ പ്രാർത്ഥന എന്താണ് പറയുന്നത്? ഓ ലോർഡ്, ഐ ആം എ ബോ ഇൻ യുവർ ഹാൻഡ്, ഡ്രോ മീ ലെസ്റ്റ് ഐ റോട്ട്. എന്താണ് ഇതിനർത്ഥം? നാഥ, ഭഗവാനെ, അങ്ങയുടെ കൈകളിൽ ഇരിക്കുന്ന ഒരു വില്ലാണ് ഞാൻ. എന്നെ ഞാണും കെട്ടി വലിച്ചു മുറുക്കൂ, അല്ലാത്ത പക്ഷം ഞാൻ ജീർണിച്ചു പോകും. എന്താണ് ഇതിൻ്റെ അർത്ഥം? നേരത്തെ പറഞ്ഞ തമോ ഗുണത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം രജോ ഗുണം ഉണ്ടായി. അയാൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. രജോ ഗുണത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. എന്താണ് ആ പ്രാർത്ഥന? നാഥ, എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കൂ, എനിക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തി തരൂ, എനിക്ക് കർമ്മം ചെയ്യാനുള്ള ജ്ഞാനവും ആഗ്രഹവും തരൂ. അങ്ങയോട് പ്രാർത്ഥിച്ച് ഞാൻ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകട്ടെ, എനിക്ക് സുഖമുണ്ടാകട്ടെ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ. അർത്ഥാർത്ഥിയാണിത്. ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയാണിത്. ഞാൻ നിൻ്റെ കൈകളിലെ വില്ലാണ്, എന്നെ വലിച്ചു മുറുക്കൂ, അല്ലെങ്കിൽ ഞാൻ ജീർണിച്ച് നശിച്ചു പോകും, അതിനു മുമ്പ് എന്നെ ഉപയോഗിച്ചു കൊള്ളൂ എന്നുള്ള പ്രാർത്ഥനയാണിത്. മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഘട്ടമാണിത്. രണ്ടാമതൊരു ഘട്ടം വരും. ഭഗവാൻ നമ്മളെ ശരിക്കെടുത്ത് ഉപയോഗിച്ചു തുടങ്ങും. ഭഗവാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇത് നിൽക്കുന്നില്ല, അല്ലേ? ആദ്യം നമ്മൾ ജീവിതം നമ്മുടെ വിചാരിച്ച പോലെ പോയിക്കൊണ്ടിരിക്കും. ചിലർക്ക് തുടക്കത്തിൽ തന്നെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് തുടക്കത്തിൽ ആദ്യത്തെ 10 വർഷം, രണ്ടാമത്തെ 10 വർഷം, മൂന്നാമത്തെ 10 വർഷം, നാലാമത്തെ 10 വർഷമൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. മധ്യവയസ്സിലെത്തുമ്പോഴായിരിക്കും
നമ്മുടെ കണക്കൂട്ടിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പിഴച്ചു തുടങ്ങാം. ഈ മിഡ് ലൈഫിൽ എല്ലാവർക്കും കണക്കൂട്ടിൽ പിഴയ്ക്കുന്ന ഒരു കാലമാണിത്. ശരാശരി മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന കാലം എന്ന് പറഞ്ഞാൽ മിഡ് ലൈഫാണ്. കാര്യം എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് അത്യാവശ്യം ശക്തിയാകും. ഈ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്ക് കൈവരും. അതാണ് നമ്മൾ ആ സമയത്തൊരു പരീക്ഷണം വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മളെ ഈശ്വരൻ പരീക്ഷിക്കും, പല രീതിയിൽ പരീക്ഷിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് മാറ്റും. നമ്മൾ നിൽക്കുമ്പോൾ പുറകെ കൂടെ വന്നൊരു അടിയൊന്ന് നമ്മളെ താഴെയിടും. നമ്മൾ അവിടുന്ന് ഉരുണ്ട് പുരണ്ട് എണീക്കണമെന്ന് അറിയാനാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പിടിച്ചൊരു തള്ളു തരും. എനിക്ക് ഈശ്വരൻ നമ്മളിങ്ങനെ പുറത്തിട്ട് തട്ടിക്കൊണ്ട് നടക്കുവാന്നല്ലേ. അതൊക്കെ നമ്മുടെ കവി ഭാവനയാണ്. ഈശ്വരൻ നമ്മളെ കൊണ്ട് പരിശീലനം തരികയാണ്. കളരിയാണിത്. കളരി പോയിട്ട് അല്ലേ, കളരിയിലും ഡോജോയിലും മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോയിട്ട് വേദന എടുക്കരുതെന്ന് പറയുന്ന പോലെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുന്നത്. ഈശ്വരൻ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. എടുത്തുകൊണ്ടൊക്കെ നടക്കും, ശരിക്കും ഒരു ആവശ്യം വന്നാൽ എടുക്കും. അല്ലാത്തപ്പോൾ നമ്മളെ മറിച്ചിടുന്ന ആളും കൂടെയാണ് ഈശ്വരൻ. നമ്മുടെ ബലം പരീക്ഷിക്കാനായിട്ട്, നമ്മളെ കൂടുതൽ സജ്ജമാക്കാനായിട്ട് ഉന്തിത്തള്ളി താഴെ ഇടുന്ന ആളാണ് ഈശ്വരൻ. ഇടങ്കാലിടുന്ന് വീഴ്ത്തുന്ന ആളാണ് ഈശ്വരൻ. ഓടിപ്പോകുമ്പോൾ കാല് ഇടയ്ക്ക് വെച്ച് വീഴ്ത്തുന്ന ആളും കൂടിയാണ് ഈശ്വരൻ. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മളെ പരീക്ഷിക്കും. അത് ഒരു പരീക്ഷ വരും. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ പരീക്ഷ ഉറപ്പായിട്ടും വരും. അപ്പോഴുള്ള എൻ്റെ പ്രാർത്ഥനയാണിത്. എന്താണ് രണ്ടാമത്തെ പ്രാർത്ഥന? ലോർഡ്, ഡു നോട്ട് ഓവർഡ്രോ മീ, ഐ ഷാൽ ബ്രേക്ക്. ഇതൊരു വിലാപമാണ്. ഈശ്വര, നാഥ, എന്നെ ഇങ്ങനെ ഒരുപാട് വലിച്ചു മുറുക്കരുതേ, ഞാൻ ഒടിഞ്ഞു പോയേക്കാം. ഇതൊരു പ്രാർത്ഥനയാണ്, ഒരു വിലാപമാണ്. ജീവിതം നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഞാൻ വിലപിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. എന്തിനെന്നോട് ഇത് ചെയ്യുന്നു? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഒടിഞ്ഞു പോകും. നീ എന്നെ ഇങ്ങനെ വലിച്ചു മുറുക്കരുതേ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്തായി ചെയ്യുന്നത് എന്നോട്? ഞാൻ ഒടിഞ്ഞു പോവില്ലേ? ഇതാണ് പ്രാർത്ഥന. ആ പിടിച്ചു നിൽക്കുകയാണ് അവിടെ. ആദ്യത്തെ പ്രാർത്ഥനയൊക്കെ നല്ല രസമുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ എന്താ മുമ്പോട്ട് വരുന്നു. ഇവിടെ ശരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ആദ്യം. പക്ഷേ ഭഗവാൻ അറിയാം എത്രമാത്രം നമ്മളെ പുഷ് ചെയ്യണമെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളെ കൊണ്ട് അടുത്ത ചോദ്യം ചോദിപ്പിക്കും. ഇങ്ങനെ നമ്മൾ എന്തായാലും വിഷമിക്കും. പുറമെ നമ്മൾ എത്ര സ്വസ്ഥമായിട്ടിരുന്നാലും പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ കുറച്ച് വിഷമിക്കുക തന്നെ ചെയ്യും. ഈ വിഷമസന്ധിക്ക് അപ്പുറം എത്താനുള്ള പുഷാണത്, തള്ളലാണത്. അടുത്ത പ്രാർത്ഥനയിൽ നമ്മൾ ഈശ്വരനായി തീരുവാണ്. ഇത് രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നമ്മളില്ല, നമ്മൾ തീർന്നു, നമ്മൾ ഈശ്വരനായി, ജീവൻ ഈശ്വരനായി. എന്താണ് മൂന്നാമത്തെ പ്രാർത്ഥന? ഓ ലോർഡ്, നാഥ, ഓവർഡ്രോ മീ, ഹൂ കെയർസ് ഇഫ് ഐ ബ്രേക്ക്. ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നാഥ, എന്നെ പരമാവധി വലിച്ചു മുറുക്കിക്കൊള്ളൂ, എത്ര വേണേലും ചെയ്തോളൂ. എന്താണ്? ഞാൻ ഒടിഞ്ഞു പോയാൽ ഹൂ കെയർസ്, ആർക്കാണ് ഛേദം? നോക്കൂ, ഇവിടെ മനുഷ്യന് ഭയമില്ല, ഇവിടെ അവന് സ്വാർത്ഥതയില്ല, അവനിവിടെ ഇതാണ് ഈ ജഗത്താണ് സത്യം എന്നുള്ള മിഥ്യാധാരണയില്ല. അവനൊരു ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം മാത്രമാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഒരു നീർക്കുമളയാണ് ജീവിതം എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഇവിടെ അവൻ തൻ്റെ ശരീരമാണ് അവിടുത്തെ വില്ല്, ഈശ്വരനാണ് വില്ലാളി, ആത്മാവാണ് ശരം. അവൻ കൊടുത്തു കഴിഞ്ഞു വില്ലിനെ. ഭഗവാനെ, ഇത് എത്ര വേണമെങ്കിലും വലിച്ചു മുറുക്കിക്കൊള്ളൂ, ഈ വില്ല് ഒടിഞ്ഞു പോകുന്നവരെ വലിച്ചു മുറുക്കിക്കൊള്ളൂ. എൻ്റെ ശരീരം കൊണ്ട് അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ആത്മാവിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ അങ്ങേക്ക് ഈ വില്ല് വേണ്ടെങ്കിൽ വേണ്ട. ഈ അസ്ത്രം അയക്കുന്നതോടുകൂടി ഈ വില്ല് ഒടിഞ്ഞു നുറുങ്ങി പോയാൽ അങ്ങനെ പോകട്ടെ, ആർക്കാണ് ഛേദം? ഇതാണ് ഈശ്വരൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം വരണം. ഒരു പ്രതിരോധവുമില്ലാതെ, ഇവിടെ ഒരു പ്രതിരോധവും ഇല്ല. ഭഗവാൻ നമ്മളിലൂടെ കടന്നു പോവുകയാണ്. കുളത്തിലൂടെ ആന കടന്നു പോകുന്ന പോലെ കലങ്ങി മറിച്ചുകൊണ്ട് ഈശ്വരൻ കടന്നു പോകും നമ്മളിലൂടെ. നമ്മളിപ്പോൾ ഒരു പ്രതിരോധവും ഇല്ലാതെ നിന്നു കൊടുക്കും. ഓവർഡ്രോ മീ ആൻഡ് ഹൂ കെയർസ് ഇഫ് ഐ ബ്രേക്ക്. തനിക്ക് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, തൻ്റെ ജീവിതത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, സാക്ഷാത്കാരത്തിന് വേണ്ടി തകർന്നു പോയാലും, സ്വന്തം ജീവിതം തകർന്നു പോയാലും അതിലെനിക്ക് ഭയമില്ല, അതിലെനിക്ക് ദുഃഖമില്ല, അതിലെനിക്ക് പശ്ചാത്താപമില്ല.
ഒന്നുമില്ല. ഞാനിവിടെ അങ്ങയുടെ ഇച്ഛ പ്രകാരം വന്നു, അങ്ങയുടെ ഇച്ഛ കൊണ്ട് ഞാനിവിടെ ജീവിച്ചു. ഇപ്പോൾ അങ്ങയുടെ കയ്യിലെ വില്ലാണ് ഞാൻ, എന്നെ അങ്ങ് എത്ര വേണമെങ്കിലും വലിച്ചു വിട്ടോളൂ. ഞാൻ ഒടിഞ്ഞു പോയാൽ എനിക്ക് യാതൊരു ഛേദവുമില്ല. ഇവിടെ നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന, സമ്പൂർണമായ ലയം സംഭവിക്കുന്ന ഒരു ഘട്ടമാണ് ഈ മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ചോദിക്കുന്നത്, കിം തവ നാസ്തി നിയന്ത, എന്താ നിനക്കൊരു നിയന്താവില്ലേ? ഈ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളൊരു വില്ലാണെന്നും ഈശ്വരൻ ഒരു വില്ലാളിയാണെന്നും ആത്മാവ് ഒരു ശരമാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിൽ ഇതിനുള്ളിലെ ആത്മാവിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ അറിയാവുന്ന വില്ലാളിയുടെ കയ്യിലേക്ക് വില്ല് സമർപ്പിച്ചേക്കുക. ഈ ശരീരം, ഈ ആയുസ്, ഈ ജന്മം സമർപ്പിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ എന്തു പറ്റും? ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവ തരണേ നൗക. ഗുരുവിൻ്റെ സഹവാസം മാത്രമാണ് ഈ കടൽ കടക്കാനുള്ള നൗകയാകുന്നത്. നൗക എന്ന് പറഞ്ഞാൽ കപ്പലാവാം, കൊച്ചു നൗകയാവാം, അല്ലെങ്കിൽ ഒരു തടിപ്പാലമാകാം. തടിപ്പാലത്തിലൊക്കെ ഒരാൾക്ക് പോകാം, കപ്പലിൽ എത്ര വേണമെങ്കിലും പോകാം. രാമകൃഷ്ണദേവൻ്റെ ഉപമയാണ്. ശരിയായ ഗുരുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ കൊച്ചു തടിക്കഷ്ണത്തിലൊക്കെ പോയി പിടിച്ചാൽ തടിക്കഷ്ണവും മുങ്ങും, നമ്മളും മുങ്ങും, എല്ലാം മുങ്ങും. അതുകൊണ്ട് തടിക്കഷ്ണത്തിൽ കയറി കടൽ കടക്കാൻ ശ്രമിക്കരുത്. കടക്കുമ്പോൾ കപ്പലിൽ തന്നെ കയറണം. കടലാണ് കടക്കാൻ പോകുന്നത്, ഓർത്ത് വെച്ചോ, തോടല്ല കടക്കാൻ പോകുന്നത്. നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പം അത് നീർക്കോലിയുടെ അടുത്ത് തവള പോയ പോലെ ആവരുത്. മൂർഖം പാമ്പിൻ്റെ അടുത്ത് പോകുന്ന പോലെ ഒറ്റ കൊത്തിന് തീരണം. ഒറ്റ കൊത്തിന് നമ്മൾ തീർന്നിരിക്കണം. നീർക്കോലിയുടെ അടുത്ത് പോയാലുള്ള അവസ്ഥ എന്താ? നീർക്കോലിക്ക് നമ്മളെ ഒട്ട് വിഴുങ്ങാനും പറ്റില്ല, നമുക്കൊട്ട് രക്ഷപ്പെടാനും പറ്റില്ല. നീർക്കോലിക്കും വിഷമം, നമുക്കും വിഷമം. ഇതാണ് നീർക്കോലികളായിട്ടുള്ള ഇത് രാമകൃഷ്ണദേവൻ്റെ ഉപമയാണ്. അതേസമയം സർപ്പത്തിൻ്റെ അടുത്ത് പോകണം. ഗുരുക്കന്മാരെന്ന് മഹാഗുരുക്കന്മാരായിരിക്കണം. അത് അവരുടെ ഒരു ദംശനത്തിൽ തീരും നമ്മളുടെ ലൗകികത അവസാനിക്കും അവിടെ. അവരുടെ ഒരു ദർശനത്തിൽ തീരും. അതുകൊണ്ട് ഭവാർണവം കടക്കണമെങ്കിൽ കപ്പലിൽ തന്നെ കയറിക്കോളൂ. കപ്പൽ വരുന്നവരെ കാത്തിരിക്കുക. തടിക്കഷ്ണം വരുമ്പോൾ എടുത്ത് ചാടിയേക്കരുത്. കൊച്ചു തോണി വരുമ്പോൾ എടുത്ത് ചാടിയേക്കരുത്. അതിനൊന്നും ഭവാർണവം കടക്കാനുള്ള ത്രാണിയില്ല. അത് മുങ്ങും, ഇത് മുങ്ങും, എല്ലാം മുങ്ങും. കപ്പൽ വരുന്നവരെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. നൗക വരും. അപ്പോൾ സജ്ജന സംഗതി എന്നുള്ളത് മാത്രമാണ്, സത്സംഗം എന്നുള്ളത് മാത്രമാണ് ഈ ഭവാർണവത്തെ തരണം ചെയ്യാനുള്ള ഒരേ ഒരു നൗക. അതുകൊണ്ട് ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മുടെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു.